നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹ് എന്തേ ചെയ്യണമെന്നറിയ? കെട്ടിപ്പിടിച്ച് സ്നേഹിക്കൂല. നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഇന്ന അശദ്ദന്നാസി ബലാഗ അൽ അൻബിയ. ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് കള്ളുകുടിയന്മാർക്കായിരുന്നില്ല, വ്യഭിചരിച്ചവർക്കായിരുന്നില്ല, ശിർക്ക് ചെയ്തവർക്കായിരുന്നില്ല. 1,24,000 പരം വരുന്ന പ്രവാചകന്മാരെയാ അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത്. ഈ 1,24,000 പരം വരുന്ന പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചതാരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ആ മുത്തി നബിയെ ഇഷ്ടമില്ലാഞ്ഞിട്ട് അള്ളാഹ് പരീക്ഷിച്ചേ? എടാ, ജനിക്കുന്നതിന് മുമ്പേ വാപ്പ മരിച്ചു. ഉമ്മാനെ കണ്ടു കൊതി തീരുന്നതിന് മുമ്പ് ഉമ്മ മരിച്ചു. തനിക്ക് താങ്ങും തണലുമായിരുന്ന എല്ലാവരും ഓരോന്നോരോന്നായി മരണപ്പെട്ടു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഭാര്യ മരിച്ചു. അള്ളാഹു കൊടുത്ത എത്ര മക്കളെയാ സ്വന്തം കൈകൊണ്ട് കബറടക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് നടന്നു. നിങ്ങൾ ആരെങ്കിലും നടന്നിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശപ്പ് സഹിക്കാൻ കഴിയാതെ 2 കല്ല് വയറ്റി വെച്ച് കെട്ടി. ഇന്നത്തെ കുട്ടികൾ ചോദിക്കും, കല്ല് കെട്ടിയ വിശപ്പ് മാറുമോ? അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിന്നാൻ ഭക്ഷണമില്ലാതെ ഇല പറിച്ച് തിന്നിട്ട് ആട് കാഷ്ടിക്കുന്നത് പോലെ അവിടുത്തെ കുടുംബം കാഷ്ടിച്ചു എന്ന് ചരിത്രം പറയുന്നു. ഇല തിന്നുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മൾ തിന്നും. മന്തി അങ്ങോട്ട് വെട്ടി വിഴുങ്ങിയിട്ട് ദഹിക്കാൻ വേണ്ടി കുറച്ച് ഇല വാരി തിന്നും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ പറ, ജീവിതത്തിൽ ഇതുപോലെ അള്ളാഹു വേദനിപ്പിച്ച ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നിട്ടെന്തേ? വെറുപ്പുള്ളത് കൊണ്ടാ? അല്ല, സ്നേഹം കൂടിയത് കൊണ്ട്. അല്ല ഇഷ്ടപ്പെട്ട അങ്ങനെ. അല്ല ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ല ഇവനെ ഒന്ന് അളക്കും. ചുമ്മാതെ ഒന്ന് ഓസിൽ കയറി പോകാൻ പറ്റുമോ സ്വർഗത്തിൽ? അള്ളാഹു ചോദിക്കുന്നുണ്ട്, നീ സ്വർഗത്തിൽ ഓസിന് കയറി പോകാൻ പറ്റണ ഊട്ടിയ സ്വർഗം അല്ല. അവിടെ പോകണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടടാ എന്റെ പ്രിയപ്പെട്ട സഹോദര. അള്ളാഹു അങ്ങോട്ട് പരീക്ഷിക്കും. അല്ല നിന്നെ വിറപ്പിക്കാൻ അങ്ങോട്ട്